പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താൻ CPM ആലോചിക്കുന്നെന്ന് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നു. 6 പേരാണ് ഇപ്പോൾ പരിഗണനയിൽ. ജില്ലയിൽ തന്നെയുള്ള ഒരു പ്രമുഖ നർത്തകിയുമായി ചർച്ച നടത്തിയെങ്കിലും മത്സര സന്നദ്ധത ഈ നർത്തകി ഇപ്പോഴും അറിയിച്ചിട്ടില്ല. നിഖിൽ പ്രമേഷ് ആയിരുന്നു പാലക്കാട് നിന്ന്. നിഖിൽ, ഗുഡ് മോർണിംഗ്. മാർക്സിസ്റ്റ് പാർട്ടി അവസാനം ഡാൻസിലേക്ക് പോകുമോ? ഗുഡ് മോർണിംഗ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ രാഷ്ട്രീയ കേരളത്തിന്റെ എല്ലാ ശ്രദ്ധയും എത്തിക്കുന്ന ഒരു ഇവന്റായി മാറാൻ പോവുകയാണ്. ഒക്ടോബർ ആദ്യവാരം അതിന്റെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നടക്കം ലഭിക്കുന്നത്. എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് LDF. കാരണം ഇത്തവണ ഏതു വിധേനയും ഈ സീറ്റ് പിടിച്ചെടുക്കണം എന്നുള്ളത് തന്നെയാണ് അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു ലക്ഷ്യം. കാരണം വയനാട് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന വിവിധങ്ങളിൽ വയനാട് UDFന് വലിയ സ്വാധീനമുള്ള ഇടമാണ്. ചേലക്കരയിലും LDFന് നല്ല സ്വാധീനമുണ്ട്. പാലക്കാടായിരിക്കും ഒരുപക്ഷെ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചാൽ സീറ്റ് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ കൈവൊള്ളി നിൽക്കുകയാണെങ്കിലും ഒരു സ്വതന്ത്ര പരീക്ഷണം കൂടി നടത്താമെന്നുള്ളതാണ് LDFന്റെ ആലോചന. ഇതിന്റെ ഭാഗമായിട്ടാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ, പൊതുസമ്മതനായ വിജയ സാധ്യതയുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ CPM പാലക്കാട് മണ്ഡലത്തിലേക്ക് തേടുന്നത്. ഈ നർത്തകി നടി മേതിൽ ദേവികയാണ്. നർത്തകിയും അതോടൊപ്പം അഭിനേത്രിയുമായിട്ടുള്ള മേതിൽ ദേവികയുമായി ഇതിനോടകം തന്നെ അവർ സംസാരിച്ചു കഴിഞ്ഞു. പക്ഷേ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന്, ഈ പാലക്കാട് മണ്ഡലത്തിൽ നിലവിലത്തെ സാഹചര്യത്തിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ഒരു പൊതു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിനെ കുറിച്ച് താൻ ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റ് നിരവധി ആളുകൾ, അതായത് പാലക്കാട് നഗരത്തിൽ തന്നെയുള്ള പൊതുസമ്മതരായിട്ടുള്ള നിരവധി ആളുകളെ ഇതിനോടകം തന്നെ പാർട്ടി പരിഗണിച്ചിട്ടുണ്ട്. പലരുമായും ചർച്ചകൾ നടക്കുന്നു. 6ഓളം പേർ പാർട്ടിയുടെ പരിഗണനയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പൊതുസമ്മതനായ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഇറക്കിയാൽ, നല്ല പ്രചരണം നടത്തിയാൽ ഈ മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ LDF വച്ചു പുലർത്തുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. ഒരു മുഴം മുൻപേ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് ഇതിലൂടെ LDF ലക്ഷ്യമിടുന്നത് എന്നുകൂടി നമ്മൾ കാണണം. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ, രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ LDFന് കാര്യമായ തോൽവി ഉണ്ടായാൽ അത് സംസ്ഥാന സർക്കാരിന്റെ ഒരു വീഴ്ചയായി കൂടി വിലയിരുത്തപ്പെടും. ഈ പശ്ചാത്തലത്തിലാണ് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കി മത്സരം കൊഴുപ്പിക്കാൻ LDF ലക്ഷ്യമിടുന്നത്. ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അന്തിമഘട്ടത്തിൽ എത്തുകയാണെങ്കിൽ നറുക്ക് വീഴുക ഒരു യുവ സ്ഥാനാർത്ഥിക്കായിരിക്കും. സ്വാഭാവികമായിട്ടും DYFയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ അടക്കമായിരിക്കും പരിഗണിക്കാൻ സാധ്യത. ഒരുപക്ഷെ മലപ്പുറത്ത് മത്സരിച്ചില്ലായിരുന്നെങ്കിൽ V വസീഫിനെ പരിഗണിക്കണം എന്നുള്ളൊരു താല്പര്യം നേതൃത്വത്തിനുണ്ടായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ രൂപമാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ പാർട്ടി പരിഗണിക്കുന്നത് സ്വതന്ത്രരെ തന്നെയാണ്. അവർ അത്തരത്തിലൊരു ഏറ്റവും മികച്ചൊരു സ്ഥാനാർത്ഥിയെ ലഭ്യമായില്ലെങ്കിൽ മാത്രമേ മറ്റൊരു യുവ സ്ഥാനാർത്ഥി എന്നുള്ള നീക്കത്തിലേക്ക് LDF കടക്കൂ. ഓക്കെ, താങ്ക് യു. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു നർത്തകിയുടെ പേര് കൂടി പരിഗണിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നർത്തകി അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കുന്നു.